പത്തനാപുരം താലൂക്കിലെ സ്റ്റുഡന്റ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള റെസ്പോൺസിബിൾ വേസ്റ്റ് മാനേജ്മെന്റ് 2022 പുനലൂരിൽ തുടങ്ങി. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യമുള്ള സാമൂഹ്യ സേവന പദ്ധതിയാണിത്. വിദ്യാർത്ഥികളെ കർമ്മോത്സുകരാക്കുന്നതിനും ദിശാബോധം വളർത്തുന്നതിനും വേണ്ടിയാണ് 10 വർഷം നീളുന്ന പദ്ധതി. ഉദ്ഘാടനം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാധ്യക്ഷ ഗ്രേസി ജോൺ നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രദേശമാകെ ഏറ്റവും വൃത്തിയുള്ള ഒരു പട്ടണമാക്കി മാറ്റുവാൻ ഇവിടെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്. നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ എഴുതി പഠിക്കുമ്പോൾ തന്നെ ആ പേപ്പർ എടുത്ത് വലിച്ചു കീറി നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇടും. നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ അത് ജനലിൽ കൂടി വലിച്ചെറിയും, ജനലിൽ കൂടി തുപ്പും. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന നമ്മൾ മറന്നുപോകുന്ന കാര്യമാണ്. നമ്മുടെ പ്രദേശം, നമ്മുടെ ഭവനം, നമ്മുടെ പട്ടണം എങ്ങനെ മലിനമാക്കാം. അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുന്നേ? ഞാനും നിങ്ങളും ചെയ്ത കാര്യം അത്. കാരണം റോഡിൽ കൂടി നടക്കുമ്പോൾ കാക്കറിച്ച് തുപ്പുക, റോഡിൽ കൂടി നടക്കുമ്പോൾ ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ തന്നെയാണ്. PTA പ്രസിഡന്റ് R. അജികുമാർ അധ്യക്ഷനായി. പുനലൂർ SI KS ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. റെസ്പോൺസിബിൾ വേസ്റ്റ് മാനേജ്മെന്റ് 2012 നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കേരളം പല രംഗങ്ങളിലും മാതൃകയാണ്. മറ്റ് സ്റ്റേറ്റുകൾക്ക്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ശുചിത്വം പാലിക്കുന്നതിന് മുന്നിലാണെന്ന് നമ്മളൊക്കെ പറയുമെങ്കിലും ഈ ശുചിത്വം 2 തരമുണ്ട്. ആന്തരിക ശുചിത്വമുണ്ട്, പരിസര ശുചിത്വമുണ്ട്. നമ്മളെല്ലാം ആന്തരിക ശുചിത്വം പാലിക്കുന്ന കാര്യത്തിൽ വളരെ മുന്നിലാണ്. സ്കൂൾ ലീഡർ M. ആശ സൗഹാർദ്ദ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മനുഷ്യത്വത്തെ ബഹുമാനിക്കുന്നു. എന്നിൽ നിന്ന് ഒരിക്കലും അധമവും അനാശാസ്യവുമായ ഒരു പ്രവർത്തനവും ഉണ്ടാവുകയില്ല. നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല രാമചന്ദ്രൻ, സ്കൂൾ പ്രിൻസിപ്പൽ KN ഗോപകുമാർ, ഹെഡ് മിസ്ട്രസ് V. ലീലാമണി എന്നിവർ സംസാരിച്ചു. കേഡറ്റുകളുടെ നേതൃത്വത്തിൽ പുനലൂർ മാർക്കറ്റ്, സ്കൂൾ പരിസരം എന്നിവ ശുചീകരിച്ചാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.